എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രൈ പെപ്പർ ചിക്കൻ ആണ് കേട്ടോ ഇത്. നമുക്കിത് ചപ്പാത്തി, അപ്പവും, പത്തിരിയും, പൊറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇതുണ്ടാക്കി എടുക്കാനാണെങ്കിൽ ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 500 ഗ്രാം, അതായത് ഒരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. സാധാരണ നമ്മൾ കറിക്കെടുക്കുന്ന വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നല്ലപോലെ തന്നെ നമ്മളൊന്ന് വരഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് ഒരു ഉള്ളിലേക്ക് ഒരു മസാലയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണിത്. ചെറിയ ജീരകം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ചെറിയതായിട്ട് നമ്മളൊന്ന് വറുത്തിട്ട് എടുക്കണം. നമുക്കിത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു പരുവത്തിന് നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ട് ഞാനിതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയേക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 7ഓളം പിരിയൻ മുളകാണ്. ഇതുപോലത്തെ കാശ്മീരി മുളക്. ഇതാവുമ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു കളറും കൂടെ കിട്ടും. അധികം എരിവ് ഉണ്ടാവത്തില്ല പിരിയൻ മുളക് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇട്ട് മിക്സിയിലൊന്ന് പൊടിച്ചിട്ടെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പിരിയൻ മുളക് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ലപോലെ തന്നെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. ഈ ഒരു ചട്ടിയിലേക്ക് ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു 3 മീഡിയം വലിപ്പമുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതിന് വരെ നമ്മൾ ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. കണ്ടില്ല, നല്ലപോലെ തന്നെ നമുക്ക് സവാള ഇവിടെ നിന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് തന്നെ നമ്മളൊന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ സവാള ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സവാള നന്നായിട്ട് വഴറ്റിയതിൻ്റെ ചൂടും ചെറിയതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളിതൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചച്ചവയൊന്ന് മാറുന്നതിന് വരെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചച്ചവയൊന്ന് മാറിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റോളം തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു മസാലയില്ലേ, ആ ഒരു മസാല എല്ലാം കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റോളം നമ്മൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു പൊടിയും കൂടി ചേർത്ത് ഒരു 3-4 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മളിതിലേക്ക് ഒരു സ്വല്പം പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്ത ഈ ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ടേസ്റ്റ് നോക്കുക കേട്ടോ. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇനി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണേ. ആദ്യം നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ എരിവ് ഉപ്പൊക്കെ നോക്കുക. നമ്മളിതിലേക്ക് പച്ചമുളക് ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എരിവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടി കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ്, അതായത് ഒരു 250 ml ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇടയ്ക്ക് നമ്മൾ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അതങ്ങ് അടി പിടിക്കുന്നതാണ്. നമ്മളിത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണേ, എങ്കിലും നമുക്കിത് നല്ലൊരു കളറിലൊക്കെയാണ് ഒരു ചിക്കൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തുറന്നൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു സ്വല്പം മല്ലിയില ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ് കേട്ടോ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിൽ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ചൊരു പുളിയുടെ ഒരു കുറവും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു സ്വല്പം നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് നിങ്ങൾ ലാസ്റ്റ് ആ ഒരു പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് ആ ഒരു ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്കൊരു സ്വല്പം ഒരു എരിവിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങളത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കുകയാണ്. പെപ്പർ ഡ്രൈ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ ഒരു കുരുമുളകിൻ്റെ തന്നെ ടേസ്റ്റാണ് നമുക്കൊന്ന് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ ഒരു ടേസ്റ്റിനൊക്കെ അനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ലാസ്റ്റ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക് ഒരു സ്വല്പം പച്ചവെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചൊന്ന് ഇളക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ചപ്പാത്തി, അപ്പവും, പത്തിരിയും, പൊറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചിക്കൻ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.